അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സ്പെഷ്യൽ ഡിഷ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് പരിപ്പ് ഉണ്ടാക്കാം കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചിയതെന്നാണ് നമ്മൾ തൃശ്ശൂരിൽ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. സിമ്പിളാണ് കേട്ടോ. 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ ഡ്രൈ ആക്കിയിട്ട് നമ്മൾ അതിലോട്ട് മുളക് പൊടി ഇടാം. അത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അത് ഞാൻ വേറെ വീഡിയോസിൽ പറയുന്നത് കേട്ട് പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും എൻ്റെ കയ്യിൽ നിന്നിട്ടതല്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരാം. പച്ചമണക്ക് മാറുന്ന വരെ. ഇതും എൻ്റെ കയ്യിൽ നിന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഞാൻ സ്വയമായിട്ട് പറയുന്നതല്ലാന്ന്. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ ഈ ഉണക്കമുളക് പൊടിച്ചതാണ്. അപ്പം ഓൾറെഡി ചില്ലി ഫ്ലേക്സ് നമുക്ക് കടയിൽ നിന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടും നമ്മൾ ഈ ഉണക്കമുളക് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ശരിക്കും അത് ക്രഷൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ കറികളുടെ മുകളിൽ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എന്താവെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എരിവ് കൂടുമോയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിക്കാനായിട്ട് പരിപ്പ് ഇട്ടിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പം എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഈ പരിപ്പ് എടുക്കുമ്പോൾ എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടതെന്ന്. കാരണം നമുക്കതറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഓൾറെഡി ഉമ്മയും ഉപ്പയും ഹോട്ടലിലായതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പം നമ്മൾ യൂട്യൂബ് ചേച്ചിയോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു തന്നാണ് കേട്ടോ. ഈ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കുക. 2 വിസിലടിക്കണം കേട്ടോ. 2 വിസിലടിച്ചതിന് ശേഷം പരിപ്പൊക്കെ വെന്ത് കിട്ടും. എന്നിട്ട് നമ്മളത് ഇതിലോട്ട് മാറ്റുക. അപ്പോൾ ഇതൊന്നും കാണിക്കാണ്ടിരുന്നത് ഞാൻ ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാറാവുമ്പോൾ അത് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഇനിയും ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.